വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ദുർഗാദേവിക്ക് വിവിധ സ്വരൂപങ്ങളുണ്ട്. അതിൽ വിശിഷ്ടമായ നവദുർഗാ സ്വരൂപങ്ങളാണ് ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കുഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധധാത്രി എന്നിവ. പ്രഥമം ശൈലപുത്രീ ച ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഖണ്ഡേതി കൂഷ്മാണ്ഡേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാതേതി ഷഷ്ഠം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാത്രീ ച നവദുർഗാ പ്രകീർത്തിതാ. നവദുർഗയുടെ പ്രഥമ സ്വരൂപമാണ് ശൈലപുത്രി. ശൈലപുത്രി അതായത് പർവ്വതരാജൻ ഹിമവാന്റെ പുത്രി. ഈ ജന്മത്തിന് മുമ്പ് ദേവി പ്രജാപതി ദക്ഷൻ്റെ പ്രിയപ്പെട്ട പുത്രി സതിയായിരുന്നു. സതി മഹാദേവനെ പ്രണയിച്ചു. എന്നാൽ പിതാവായ ദക്ഷൻ മഹാദേവനെ ശത്രുവായി കണക്കാക്കിയിരുന്നു. സതിയെ അവളുടെ ഇച്ഛയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ദക്ഷന് കഴിഞ്ഞില്ല. ഒടുവിൽ മഹാദേവൻ്റെയും സതിയുടെയും വിവാഹം ദക്ഷൻ നടത്തിക്കൊടുത്തു. എങ്കിലും ആ വിവാഹത്തെ അംഗീകരിക്കാൻ അഹങ്കാരിയായ ദക്ഷൻ തയ്യാറായില്ല. അദ്ദേഹം മഹാദേവനെ അപമാനിച്ചുകൊണ്ടേയിരുന്നു. മഹാദേവനെ അപമാനിക്കാൻ മാത്രമായി സകല ദേവീദേവന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യാഗം നടത്തി. സതിയെയും മഹാദേവനെയും മാത്രം അതിലേക്ക് ക്ഷണിച്ചതുമില്ല. പതിയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി യാഗത്തിൽ പങ്കെടുക്കുവാൻ സതി പിതാവിൻ്റെ ഗൃഹത്തിലെത്തി. യാഗശാലയിൽ വെച്ച് ദക്ഷൻ മഹാദേവനെ അധിക്ഷേപിക്കുന്നു. ഇത് സഹിക്കാനാവാതെ സതി യാഗാഗ്നിയിൽ സ്വയം ദേഹത്യാഗം ചെയ്തു. അർത്ഥാകാരമായ ചന്ദ്രനെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് വലതുകരത്തിൽ ശൂലവും ഇടതുകരത്തിൽ താമരമൊട്ടുമായി ഋഷഭം വാഹനമാക്കി വരുന്ന ദേവിയാണ് ശൈലപുത്രി. പ്രഥമ ദിവസത്തെ ഈ ഉപാസനയിൽ ഉപാസകൻ തന്നെ സ്വയം മൂലാധാര ചക്രത്തിൽ സ്ഥാപിക്കുന്നതാണ്. ഉപാസകൻ്റെ ആത്മീയയാത്രയുടെ ആരംഭം കുറിക്കലാണ് ഈ ദിവസം. യഥാർത്ഥ ഭക്തന് ഇഷ്ടവരദായിനിയാണ് ശൈലപുത്രി. ദധാനാകരപദ്മാഭ്യാം അക്ഷമാലാകമണ്ഡലോ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമാ. നവദുർഗയുടെ ദ്വിതീയ രൂപമാണ് ബ്രഹ്മചാരിണി. ജ്യോതിർമയീ രൂപം അത്യന്തം മനോഹര രൂപമായിരിക്കുന്നതാണ്. ബ്രഹ്മം തപസ് ശീലമാക്കിയവളാണ് ബ്രഹ്മചാരിണി. ശൈലപുത്രിയായ പാർവതി മഹാദേവനെ സ്വന്തം പതിയുടെ രൂപത്തിൽ പ്രാപ്തമാക്കുന്നതിനു വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചു. പത്രങ്ങൾ പോലും പരിത്യജിച്ച് തപസ് അനുഷ്ഠിച്ച ദേവി അപർണ എന്ന നാമത്തിലും അറിയപ്പെടുന്നു. ബ്രഹ്മചാരിണിയുടെ ഉപാസന ചെയ്താൽ ഭക്തരിൽ തപസ്സും ത്യാഗവും വിരക്തിയും സദാചാരവും സംയമനവും വർദ്ധിക്കുന്നതായിരിക്കും. ബ്രഹ്മചാരിണി രൂപത്തെ ഉപാസിക്കുന്ന ഭക്തൻ്റെ മനസ്സ് സ്വാധിഷ്ഠാന ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മചാരിണി രൂപത്തിൽ ദേവിയുടെ വലതുകരത്തിൽ മാലയും ഇടതുകരത്തിൽ കമണ്ഡലവും ഉണ്ടായിരിക്കും. പിണ്ഡജപ്രവരാരൂഢ ചണ്ഡകോപാസ്ത്രകൈർയുതാ പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുതാ. നവരാത്രി പൂജയുടെ 3-ാം ദിവസം ദുർഗയുടെ ചന്ദ്രഖണ്ഡാരൂപത്തെയാണ് ഉപാസിക്കുന്നത്. ദേവിയുടെ വാഹനം വ്യാഘ്രമായിരിക്കുന്നതാണ്. മണി പോലെ തോന്നിക്കുന്ന ചന്ദ്രക്കല ചൂടിയാണ് ദേവി വരുന്നത്. അതിനാലാണ് ദേവിയുടെ ഈ രൂപം ചന്ദ്രഖണ്ഡ എന്നറിയപ്പെടുന്നത്. ദേവിക്ക് 10 കരങ്ങളുണ്ട്. ത്രിശൂലം, ഗദ, വാൾ, കമണ്ഡലു എന്നിവ 4 ഇടത് കരങ്ങളിലും, കമലപുഷ്പം, ജപമാല, അമ്പ്, വില്ല് എന്നിവ
4 വലത് കരങ്ങളിലും ധരിച്ചിരിക്കുന്നു. മറ്റ് 2 കരങ്ങളാൽ ദേവി വരദമുദ്രയും അഭയമുദ്രയും പ്രകടമാക്കുന്നു. മണിമുഴക്കം പോലെയുള്ള ആ പ്രചണ്ഡധ്വനിയിൽ അധർമ്മത്തിൻ്റെ സർവനാശം സംഭവിക്കുന്നതാണ്. ദേവിയുടെ ഭക്തർക്ക് ഈ രൂപം മംഗളകാരിണിയാണ്. ദേവിയെ ഈ രൂപത്തിൽ ഉപാസിക്കുന്ന ഭക്തരിൽ ധൈര്യവും ആത്മവിശ്വാസവും വളരുന്നതോടൊപ്പം വിനയവും സൗമ്യഭാവവും വികസിക്കുന്നതാണ്. ഈ ദിവസം ഉപാസകരുടെ മനസ്സ് മണിപൂര ചക്രത്തിലേക്ക് പ്രവേശിക്കുന്നു. സുരാസമ്പൂർണകലശം രുധിരാപ്ലുതമേവ ച ദധാന ഹസ്തപദ്മാഭ്യാം കൂഷ്മാണ്ഡാശുഭദാസ്തു മേ. നവരാത്രി പൂജയുടെ 4-ാം ദിവസം നവദുർഗയുടെ 4ാമത്തെ സ്വരൂപമായ കുഷ്മാണ്ഡ രൂപത്തെയാണ് ഉപാസിക്കുന്നത്. സൂര്യമണ്ഡലത്തിൻ്റെ ആന്തരിക ലോകത്ത് വസിച്ചുകൊണ്ട് ദേവി പ്രപഞ്ചത്തിനാകെ തേജസ്സും ഊർജവും പ്രദാനം ചെയ്യുന്നു. ദേവിയുടെ ദിവ്യമായ മന്ദഹാസമാണ് സമസ്ത ബ്രഹ്മാണ്ടത്തെയും മുന്നോട്ട് നയിക്കുന്നത്. ഈ കാരണത്താലാണ് ദേവിയുടെ ഈ രൂപത്തെ കുഷ്മാണ്ഡ എന്നറിയപ്പെടുന്നത്. ദേവിയുടെ വാഹനം സിംഹമാണ്. 8 കരങ്ങളാണ് ദേവിക്കുള്ളത്. കമണ്ഡലു, കമലപുഷ്പം, അമ്പ്, വില്ല് എന്നിവ 4 വലത് കരങ്ങളിലും, അമൃതകലശം, ജപമാല, ഗദ, ചക്രം എന്നിവ 4 ഇടത് കരങ്ങളിലുമായി ദേവി ധരിച്ചിരിക്കുന്നു. ദേവിയെ ഈ രൂപത്തിൽ ഉപാസിക്കുന്ന ഭക്തരിൽ ആയുസ്സും ബലവും യശസ്സും വർദ്ധിക്കുന്നതാണ്. ഈ ദിവസം ഉപാസകരുടെ മനസ്സ് അനാഹത ചക്രത്തിലേക്ക് പ്രവേശിക്കുന്നു. സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. നവരാത്രി പൂജയുടെ 5-ാം ദിവസം നവദുർഗയുടെ 5ാമത്തെ സ്വരൂപമായ സ്കന്ദമാതാവിനെയാണ് ഉപാസിക്കുന്നത്, അതായത് കാർത്തികേയൻ്റെ മാതാവ്. ദേവി കമലപുഷ്പത്തിലാണ് ഉപസ്ഥിതയായിരിക്കുന്നത്. ദേവിക്ക് 4 കരങ്ങളാണുള്ളത്. 2 കരങ്ങളിൽ കമലപുഷ്പങ്ങൾ ധരിച്ചിരിക്കുന്നു. 3ാമത്തെ കരത്തിൽ ശിശുവായ സ്കന്ദനെ വഹിക്കുകയും 4ാമത്തെ കരത്താൽ അഭയമുദ്ര പ്രകടമാക്കുകയും ചെയ്യുന്നു. ദേവിയുടെ വാഹനം സിംഹമാണ്. സ്കന്ദമാതാവിൻ്റെ ഉപാസനയിലൂടെ വിശുദ്ധി ചക്രം ഉണരുന്നതാണ്. മനസ്സ് ലൗകികവും ഭൗതികവുമായ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാവുകയും ദേവിയുടെ ദിവ്യസ്വരൂപത്തിൽ സമ്പൂർണമായി ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ചന്ദ്രഹാസോജ്വലകരാ ശാർദൂലവരവാഹനാ കാത്യായനീ ശുഭം ദദ്യാത് ദേവീ ദാനവഘാതിനി. നവരാത്രി പൂജയുടെ 6-ാം ദിവസം നവദുർഗയുടെ 6ാമത്തെ സ്വരൂപമായ കാത്യായനിയെയാണ് ഉപാസിക്കുന്നത്. കാത്യായ മഹർഷിയുടെ പുത്രിയായി അവതാരമെടുത്തതിനാലാണ് കാത്യായനി എന്ന നാമത്താൽ ദേവി അറിയപ്പെടുന്നത്. മഹിഷാസുര മർദിനിയാണ് ദേവി. പ്രൗഢഗംഭീരമായി മൃഗരാജകേസരിയെ വാഹനമാക്കിയാണ് ദേവി വരുന്നത്. പാർവതി ദേവിയുടെ ഹിംസാത്മകമായ ഭാവമാണ് ഇത്. ദേവിക്ക് 4 കരങ്ങളാണ് ഉള്ളത്. ഇടത് കരങ്ങളിൽ കമലപുഷ്പവും വാളും ധരിച്ചിരിക്കുന്നു. വലത് കരങ്ങളാൽ അഭയവരദ മുദ്രകൾ പ്രകടമാക്കുന്നു. ദേവിയുടെ ഈ രൂപം അത്യന്തം ശുഭദായകമാണ്. ഈ ദിവസം ഉപാസകരുടെ മനസ്സ് ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ ഭക്തർക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ അനായാസേന പ്രാപ്തമാകുന്നതാണ്. കരാളരൂപാ കാളാബ്ജസമാനാകൃതി വിഗ്രഹാ കാളരാത്രി ശുഭം ദദ്യാത് ദേവി ചണ്ഡാട്ടഹാസിനി. നവരാത്രി പൂജയുടെ 7-ാം ദിവസം ദേവിയുടെ കാളരാത്രി രൂപത്തെയാണ് ഉപാസിക്കുന്നത്. ഘോരമായ അന്ധകാരത്തിൻ്റെ വർണ്ണമുള്ള ശരീരവും ഉലഞ്ഞു കിടക്കുന്ന കേശവും ത്രിനേത്രങ്ങളും ഉണ്ട്. കണ്ടത്തിൽ മിന്നൽ പിണരുകൾ പോലെ തിളങ്ങുന്ന മാല ധരിച്ചിരിക്കുന്നു. 4 കരങ്ങളാണ് ഉള്ളത്. വലത് കരങ്ങളാൽ അഭയവരദ മുദ്രകൾ പ്രകടമാക്കുന്നു. ഇടത് കരങ്ങളിൽ വാൾ, മുള്ളുകൾ നിറഞ്ഞ ശൂലം എന്നിവ ധരിച്ചിരിക്കുന്നു. ദേവിയുടെ വാഹനം കഴുകനാണ്. ഭദ്രകാളി അജ്ഞാനമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നവളാണ്. ദേവിയുടെ ഈ വിന്ധ്യവാസിനി രൂപം പ്രകൃതിയെ പരിശുദ്ധമാക്കുന്നതിനായി വിനാശം നിർവഹിക്കുന്നു.
ദർശനത്തിൽ ഭയാനകമായ ഈ ഭദ്രകാളി ഭക്തന്മാർക്ക് ശുഭം പ്രദാനം ചെയ്യുന്നു. ഈ കാരണത്താൽ ദേവിയുടെ ഈ സ്വരൂപത്തെ ശുഭകാരിണി എന്നും പറയപ്പെടുന്നു. സപ്തമ ദിവസം ഉപാസകരുടെ മനസ്സ് സഹസ്രാര ചക്രത്തിൽ പ്രവേശിക്കുന്നതാണ്. അതായത് ഉപാസകരുടെ മുന്നിൽ ബ്രഹ്മാണ്ഡത്തിലെ സിദ്ധികളുടെ സമസ്ത കവാടങ്ങളും തുറക്കുവാൻ ആരംഭിക്കുന്നു. ദേവിയുടെ ഈ രൂപത്തെ ഉപാസിക്കുന്നവർക്ക് അഗ്നി, ജലം, ജന്തു, രാത്രി ഇവയെക്കുറിച്ച് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല. ആശങ്കകളിൽ നിന്നും ധർമ്മസങ്കടങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഉപാസകരുടെ മനസ്സ് മുക്തമാകുന്നതുമാണ്. ശ്വേതേ വൃഷേ സമാരൂഢാ ശ്വേതാംബരധരാ ശുചി മഹാഗൗരീ ശുഭം ദദ്യാത് മഹാദേവ പ്രമോദദാ. നവരാത്രി പൂജയുടെ 8ാം ദിവസം നവദുർഗയുടെ അഷ്ടമ സ്വരൂപമായ മഹാഗൗരിയെയാണ് ഉപാസിക്കുന്നത്. മഹാദേവനെ പതിയുടെ രൂപത്തിൽ പ്രാപ്തമാക്കുവാൻ വേണ്ടി പാർവതീദേവി കഠിന തപസ് അനുഷ്ഠിച്ചു. ആ ഘോര തപസ്സിൻ്റെ അനന്തരഫലമായി ദേവിയുടെ ശരീരം ശ്യാമവർണ്ണമായി. മഹാദേവൻ ദേവിയെ മഹാഗൗരി എന്ന് നാമകരണം ചെയ്തു. മഹാഗൗരി ശ്വേതവർണ്ണത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ധരിക്കുന്നത്. ദേവിക്ക് ചതുർഭുജങ്ങളാണുള്ളത്. ത്രിശൂലം, ജപമാല, ഉടുക്ക് എന്നിവ 3 കരങ്ങളിൽ ധരിച്ചിരിക്കുന്നു. വലതു കരത്താൽ ദേവി അഭയമുദ്ര പ്രകടമാക്കുന്നു. ദേവിയുടെ വാഹനം ഋഷഭമാണ്. നവരാത്രിയുടെ അഷ്ടമദിനത്തിൽ പൂർണ്ണ മനസ്സോടെ ദേവിയെ ഉപാസിക്കുന്ന ഭക്തർക്ക് അവരുടെ സ്വഭാവത്തിലെ സമസ്ത ദോഷങ്ങളും ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നതാണ്. അവർക്ക് പവിത്രവും അക്ഷയവുമായ പുണ്യങ്ങൾ പ്രാപ്തമാകുന്നതാണ്. സിദ്ധഗന്ധർവയക്ഷാദ്യൈരസുരൈരമരൈരപി സേവ്യമാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. നവരാത്രി പൂജയുടെ 9ാം ദിവസം നവദുർഗയുടെ 9ാമത്തെ സ്വരൂപമായ സിദ്ധിദാത്രിയെയാണ് ഉപാസിക്കുന്നത്. അഷ്ടസിദ്ധികളുടെയും സ്വാമിനിയാണ് സിദ്ധിദാത്രി. ശ്രീ മഹാദേവന്റെ അർദ്ധനാരീശ്വര രൂപത്തിന് ആധാരം ദേവിയാകുന്നു. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗാമ്യ, ഈശത്വം, വശിത്വം എന്നീ അഷ്ടസിദ്ധികൾ ദേവിയെ ഉപാസിക്കുന്നതിലൂടെ പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ്. കമലപുഷ്പത്തിലാണ് ഉപസ്ഥിതിയായിരിക്കുന്നത്. 4 കരങ്ങളാണ് ഉള്ളത്. വലതു കരങ്ങളിൽ ചക്രം, ഗദ എന്നിവയും ഇടതു കരങ്ങളിൽ ശംഖ്, കമലപുഷ്പം എന്നിവയും ധരിച്ചിരിക്കുന്നു. ദേവിയുടെ വാഹനം സിംഹമാണ്. സിദ്ധിദാത്രി ദേവിയുടെ ദർശനം ലഭിക്കുന്ന മാത്രയിൽ തന്നെ ഭക്തരുടെ മനസ്സിൽ സമ്പൂർണതയുടെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ഉണ്ടാകുന്നതാണ്. അവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും പ്രാപ്തമാക്കുവാനുള്ള ആഗ്രഹം അല്പം പോലും അവശേഷിക്കുന്നതല്ല.